നമുക്ക് സുവിശേഷം ശ്രമിക്കാം. പരിശുദ്ധ സുവിശേഷം സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധിക്ക് വിധേയനാകുന്നില്ല, പ്രത്യതാവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തെ ശ്രമിക്കുന്ന സമയം വരുന്നു, അല്ലാതെ വന്നു കഴിയുന്നു. ആ ശ്രമിക്കുന്നവർ ജീവിക്കും. എന്നാൽ പിതാവ് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രൻ തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. പരിശുദ്ധനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും നൽകിയിരിക്കുന്നു. നിങ്ങൾ അതിനെ സ്നേഹിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറിലുള്ളവരെല്ലാം അവന്റെ ശ്രമിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ഈശോമിശിഹായിൽ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഇടവക തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് ഇന്ന്. പ്രത്യേകിച്ചും നമ്മുടെ മൺമറഞ്ഞു പോയ കടന്നുപോയ നമ്മുടെ പൂർവികരെയും നമ്മുടെ സഹോദരങ്ങളെയും ഓർക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട ദിവസം. ഇന്ന് നാം എന്തായിരിക്കുന്നുവോ അതിൻ്റെ പിന്നിൽ അനേകം പേരുടെ, മൺമറഞ്ഞു പോയ അനേകം പേരുടെ അധ്വാനമുണ്ട്, ജീവിതമുണ്ട്. നാം അനുഭവിക്കുന്ന സ്വത്തുക്കൾ, നമ്മുടെ സമ്പാദ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ നന്മകൾ എല്ലാം നമ്മുടെ മാതാപിതാക്കന്മാരുടെയോ അവരുടെ മാതാപിതാക്കന്മാരുടെയോ ഒക്കെയാണ്. അങ്ങനെ എത്രയോ പേരുടെ നന്മ കൊണ്ടാണ് നാം ഇന്ന് ഈ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് എന്ന് ഓർക്കുവാനും അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള ദിവസം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇടവകയിലെ വൈദികര് ഇന്നത്തെ ദിവസം എല്ലാ വർഷവും ഇങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് മുടിയൂർക്കര ഇടവകാംഗങ്ങൾ മുഴുവൻ അവരുടെ എല്ലാവരുടെയും കൂട്ടായ്മയെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം സുനിശ്ചിതമാണ്, മരണം ഉറപ്പാണ്. ഒരു ദിവസം എൻ്റെ വീട്ടിലും നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലും ഒരു പന്തലുണ്ട്. ആ പന്തലിൽ കൈകൾ കൂപ്പിപ്പിടിച്ച് അതിൽ കുരിശിൽ വെച്ച് മൂക്കിൽ പഞ്ഞിയും വെച്ച് ഒന്നും അറിയാതെ നമ്മളും കിടക്കാനുള്ളതാണ്. അത് ഇവിടെ ഇരിക്കുന്ന 80 വയസ്സുകാരനും 50 വയസ്സുകാരനും 10 വയസ്സുകാരനും 2 വയസ്സുകാരനും ഒക്കെ. ഇതല്ലാതെ മറ്റെന്താണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ളത്? എന്ന് പറഞ്ഞാൽ നമുക്ക് മരണം ഉറപ്പാണ്. അതിനകത്ത് മറ്റൊരു ചിന്തയേ ഇല്ല. മനോഹരമായിട്ടൊരു ഗീതത്തിലൂടെ അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 41 അല്ലെങ്കിൽ 7 നടത്തുമ്പോൾ ഇപ്രകാരം ആലപിക്കുന്നുണ്ട്. നരനായുലകിൽ വന്നു പിറന്നാൽ മൃതിതാനന്ത്യം പരിപാവനമാം ഈശ്വരവിദ്യാൻ ഒഴിവില്ലാക്കും. തനയിൽ നിന്നും താതനെ മരണം ദൂരെയകറ്റും. നിർദ്ദയമൊരു നാളമ്മയിൽ നിന്നും മകനെ അകറ്റും. അപ്പനിൽ നിന്ന് മകനെയും അമ്മയിൽ നിന്ന് മകളെയും ഒരു ദിവസം അകറ്റും എന്ന് ഉറപ്പാണ്.
കൈകൾ ചലിക്കില്ല ധരമനങ്ങിൽ ഇനിയൊരു നാളും കണ്ണുകളിലും കാതുകളടയും കരിനിഴലുയരും. അപ്പോ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ മരണം ഉറപ്പാണ്. അപ്പനിൽ നിന്ന് മകനെയും അമ്മയിൽ നിന്ന് മകളെയും മകനെയും ഒക്കെ മാറ്റുന്ന ഒരു സമയം അത് എന്നാണെന്ന് അറിയില്ല. നമ്മൾ പാടുന്നുണ്ടല്ലോ, മങ്ങിയുടെ വെളിച്ചത്തിൽ ചെത്തി പോലൊരു മാലാഖ നമ്മുടെ അരികിൽ വന്ന് പറയുന്നുണ്ട്, ദാ മരണം മതി, ഒരു നിമിഷം കൂടി തരണമേ, ഒരു ദിവസം കൂടി തരണമേ, ഒരു മാസം കൂടി തരണമേ എന്നൊക്കെ പറഞ്ഞാലും അത് നീട്ടി കിട്ടുകയില്ല. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്? എന്താണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടത്? ഏറ്റവും സംതൃപ്തിദായകമായ മരണം എന്ന് പറയുന്നത് ആരുടേതാണെന്ന് അറിയാമോ? ഈശോയുടേതാണ്. 33 വയസ്സുള്ള ഈശോയുടെ മരണമാണ് ഏറ്റവും സംതൃപ്തിദായകമായ മരണം. എത്ര സംതൃപ്തിയോടുകൂടിയാണ് ആ 33 വയസ്സുകാരൻ മരണസമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, എല്ലാം പൂർത്തിയായിരിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു, പിതാവേ നീ എന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യവും പൂർത്തിയായിരിക്കുന്നു. എല്ലാം പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതം. എന്താണോ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അത് പക്ഷേ ഒരാൾക്ക് 20 വയസ്സ് കൊണ്ട് ദൈവം നൽകുന്ന ദൗത്യം പൂർത്തിയാക്കാനാവും എന്നുള്ളതാണ് സത്യം. ചിലപ്പോൾ അത്രമായിരിക്കും ദൈവം ഏൽപ്പിക്കുന്നത്. അതെന്താണോ അത് പൂർത്തിയാക്കുക, സംതൃപ്തിയോടുകൂടെ ആയിരിക്കുക. ഞാൻ പുടിപ്പാറപ്പള്ളിയിലായിരുന്നപ്പോൾ ഒരു 10 വയസ്സുകാരൻ ബ്ലഡ് ക്യാൻസർ വന്ന് മരണത്തിലോട്ട് അടുക്കുകയാണ്. അവന് പെട്ടെന്ന് തന്നെ കുർബാനയൊക്കെ നൽകി, അവന് സ്ഥൈര്യലേപനം തൈലാഭിഷേകമൊക്കെ കൊടുത്തു. അവന് അതുവരെ ഭയങ്കര ഭയമായി. ഞങ്ങൾ എപ്പോഴും കാണാൻ ചെല്ലുമ്പോൾ അവൻ പറയും, അച്ഛാ എനിക്ക് മരിക്കാൻ പേടിയാണ്, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ അവിടെ കിടക്കും. കേൾക്കുമ്പോൾ ഇവിടെ കണ്ടെന്നറിയുമാണ്, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കിടക്കും. സത്യത്തിൽ അങ്ങനെ ആദ്യമായി കുർബാന നൽകി കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞ ആദ്യത്തെ കാര്യം ഇതാണ്, അച്ഛാ ഇത് എനിക്ക് പേടിയില്ല. പയ്യനാണ്, 10 വയസ്സുകാരൻ പറയുകയാണ്, അച്ഛാ എനിക്ക് ഇനി പേടിയില്ല, കാരണം ഈശോയ്ക്ക് മുതൽ എൻ്റെ കൂടെ കിടക്കാനുണ്ട്. ഒരാഴ്ച പോലും തിരക്കില്ല, അവൻ മരിച്ചുപോയി. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് സംതൃപ്തി നൽകുന്നത് എന്തായിരിക്കും? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആർജിച്ചു കൂട്ടുന്നുണ്ട്, ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ വിടവാങ്ങുന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വിടവാങ്ങുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നിടത്ത് എനിക്ക് വിടുതലിയ വസതിയോട് ഞാൻ വിട പറയുന്നു. എൻ്റെ സഹജന്മാരോടും സ്നേഹിതന്മാരോടും യാത്ര പറയുന്നു, എല്ലാവരോടും വിട പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എല്ലാവരോടും വിട ചോദിക്കുകയാണ്. കൂടെ ഒന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷേ കൂടെ കൊണ്ടുപോകുന്നത് എന്താണ്? സത്കൃത്യങ്ങൾ മാത്രമാണ് എന്ന് ഈ തിരുക്രമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ബാക്കിയൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല. എല്ലാവരോടും വിട പറഞ്ഞാണ് പോകുന്നത്. ഒരുപക്ഷെ ചിലരുടെ ജീവിതം നശിപ്പിക്കുന്നത് പോലും എന്തെങ്കിലും സമ്പാദ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ അതൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല. കൂടെ കൊണ്ടുപോകുന്നത് സൽകൃത്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സൽകൃത്യങ്ങൾ ചെയ്യുവാൻ പരിശ്രമിക്കാം. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? ഉണ്ട്. കാരണം അവർ ചെയ്ത ത്യാഗമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഉറപ്പായിട്ടും അവർക്ക് വേണം. അതിനുള്ള കടപ്പാട് നമുക്കുണ്ട്. 2 മക്കബായരുടെ പുസ്തകത്തിൽ ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചും ബലിയർപ്പിക്കുന്നതിനെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
മാത്രമല്ല, നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചൊരു കാര്യമുണ്ടല്ലോ, ക്രിസ്ത്യാനികൾ, കത്തോലിക്ക് 3 സഭകൾ നമ്മൾ ഉണ്ട് എന്ന് പ്രത്യേകം പറയുന്നു. ഓർക്കുന്നുണ്ടോ? ഒന്ന് വിജയസഭ, രണ്ടാമത്തത് സമരസഭ, മൂന്നാമത്തത് സഹനസഭ. സൺഡേ സ്കൂളിൽ പഠിച്ചപ്പോൾ സത്യത്തിൽ മനസ്സിലായിട്ടില്ലായിരുന്നു ഈ 3 സഭകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ. വിജയസഭ, സമരസഭ, സഹനസഭ. വിജയസഭ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പോരാടി വിജയിച്ചവരുടെ ആ കൂട്ടമാണ്. നമ്മൾ ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായിരിക്കും അത്? പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സെബസ്ത്യാനോസിന്റെ, ഗീവർഗീസിന്റെ ഒക്കെ ഐക്യമാണോ? വിശുദ്ധരുടെ ഐക്യമാണോ? അല്ല. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്നത് പറഞ്ഞാൽ ഈ ഐക്യമാണ്. വിജയസഭയുടെയും സമരസഭയുടെയും സഹനസഭയുടെയും ഐക്യത്തെയാണ് നമ്മൾ എല്ലാ ദിവസവും വിശ്വസിച്ച് ഏറ്റുപറയുന്നത്. പുണ്യവാന്മാരുടെ ഐക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ വിജയസഭ എന്ന് പറഞ്ഞാൽ അൽഫോൻസാമ പോലെയുള്ള വിശുദ്ധരുടെ ഗണമാണ്. സമരസഭ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അടക്കം ഇന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തിന്മയുമായി പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ്, വിജയിക്കാൻ ആഗ്രഹിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സമരസഭ. മൂന്നാമത്തത് സഹനസഭ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരുപക്ഷെ ഏതെങ്കിലും തെറ്റുകൾ കൊണ്ട് വിജയസഭയിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ ഇപ്പോഴും സഹനസഭയിൽ നിൽക്കുന്ന ഒരു ഗണമുണ്ട്, കടന്നുപോയിട്ടുള്ളത്. അവർ ചിലർ വിജയസഭയിലായിരിക്കും, എന്നാൽ ചിലർ സഹനസഭയിലാണ്. ഈ വിജയസഭയിലുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് വിശുദ്ധ അന്തോനീസിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ അന്തോനീസ് നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ വിശുദ്ധ സെബസ്ത്യാനോസിനോട് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സെബസ്ത്യാനോസിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സെബസ്ത്യാനോസ് നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുന്നുണ്ട്. അതാണ് വിജയസഭയും സമരസഭയും തമ്മിലുള്ള ബന്ധം. മാത്രമല്ല, ഈ വിജയസഭയും സമരസഭയും സഹനസഭയോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം സമരസഭയിലുള്ള നമ്മൾ സഹനസഭയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിജയസഭയിലുള്ള വിശുദ്ധർ അപ്രകാരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ധരിച്ചു കഴിഞ്ഞാൽ നാം എങ്ങോട്ടാണ് ചെല്ലേണ്ടത്? ആരുടെ ഗണത്തോടു കൂടിയാണ് ചേർക്കപ്പെടുന്നത്? വിശുദ്ധരുടെ ഗണത്തോടുകൂടെ ചേർക്കപ്പെടുന്നു എന്നുണ്ട്. വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടുന്നു എന്ന് നമുക്ക് ഗീതങ്ങളിലൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഞാൻ വിശുദ്ധരുടെ ഗണത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിടവാങ്ങുന്നതിനുള്ള പ്രാർത്ഥനയുടെ ഗീതത്തിലെ ഒരു പാരഗ്രാഫ് പ്രകാരമാണ് വിശുദ്ധരുടെ ഗണത്തിലേക്ക് പോകുന്നു എന്ന്. അപ്പോൾ വിജയസഭയിലുള്ളവർ സമരസഭയ്ക്ക് വേണ്ടിയും വിജയസഭയിലും സമരസഭയിലുമുള്ളവർ സഹനസഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകും എന്നുറപ്പാണ്. അതുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന ബലികളും നമ്മളുടെ ദാനധർമ്മവും നമ്മളുടെ ഉപവാസവും ഒക്കെ ഒരുപോലെ മരണമടഞ്ഞവർക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്. കാരണം പുണ്യവാന്മാരുടെ ഐക്യമുണ്ട്. നാം വിശ്വസിച്ചേറ്റ് പറയുന്ന പുണ്യവാന്മാരുടെ ഐക്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വെറുതെ പോകുന്നില്ല. നമ്മൾ അർപ്പിക്കുന്ന ഓരോ ബലിയും അത് അർത്ഥവത്താണ്. നമ്മൾ അർപ്പിക്കുന്ന ഒരു ബലിയും പാഴായി പോകുന്നില്ല. കാരണം നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ബലിയുടെ വലിയ ആ ഒരു സാഫല്യം ഉണ്ടാകുന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൂടിയാണ്. അവർക്കാണ് നമ്മൾ അർപ്പിക്കുന്ന ഓരോ ബലിയും ഗുണപ്രദമാകുന്നത്. ഒപ്പം നമുക്കും ഓരോ ബലി അർപ്പിക്കുമ്പോഴും അത് നമ്മുടെ വിജയസഭയിലേക്ക് പോകാനുള്ള അടിസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അനുനിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം മരിച്ചവർക്ക് വേണ്ടി.
നമ്മൾ നടത്തുന്ന വിവിധങ്ങളായ ചടങ്ങുകളുണ്ട് മരണത്തോട് ബന്ധപ്പെട്ട്. അതെല്ലാം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സൽപ്രവൃത്തികൾ ചെയ്യണമെന്ന് സൂചിപ്പിക്കുന്നതുമാണ്. നമുക്ക് നമ്മുടെ പൂർവികരെ പ്രത്യേകമായിട്ട് ഓർക്കാം. സാധാരണ 7:41 ഒക്കെ നടത്തുമ്പോൾ നമ്മുടെ ഒരു ചടങ്ങുണ്ടല്ലോ, പഴവും നെയ്യപ്പോ, ഇപ്പോൾ അത് അയവായൊക്കെ ആയിട്ട് മാറിയിട്ടുമുണ്ട്, അല്ലെ ഉണ്ണിയപ്പം കൊടുക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അത് നമ്മുടെ പൂർവികത്വത്തിലുള്ളൊരു പാരമ്പര്യമാണ്. പഴത്താലെ വന്ന പാപം അപ്പത്താലെ നീക്കം ചെയ്യപ്പെടുന്നു എന്ന് അർത്ഥം. അപ്പോൾ ആദിമാതാപിതാക്കൾക്ക് പഴം കൊണ്ടുവന്ന പാപം ഈശോ അപ്പം കൊണ്ട് മാറ്റുന്നതിനെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ നമ്മൾ അർപ്പിക്കുന്ന ഈ വിശുദ്ധ കുർബാന പാപം നീക്കുന്നതാണ് എന്ന സൂചന കൂടി ആ കർമ്മത്തിൽ ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പൂർവികരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 1, നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2, ദാനധർമ്മം ചെയ്യണം. 3-മത്തത് ഉപവസിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഇത് 3 നമ്മുടെ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളാണ്. നമ്മൾ ഒരുപക്ഷെ ആ സമയത്ത് ഒരുപാട് പ്രകടനങ്ങൾ നടത്തുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചിലർ ആ മൃതദേഹം വിട്ടുകൊടുക്കാൻ പോലും തയ്യാറാകത്തില്ല. കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കരയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് എന്തു കൊടുക്കുവാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പൂക്കൾ അർപ്പിക്കും. പക്ഷേ ജീവിച്ചിരുന്നപ്പോൾ നമ്മുടെ അപ്പന് എന്ത് കൊടുക്കാൻ നമുക്കായിട്ടുണ്ട്? കിടക്കയിലായിരിക്കുമ്പോൾ ഒരു പൂവോ അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടു കൂടി ഒരു വർത്തമാനമോ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു വെള്ള വസ്ത്രമോ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പലപ്പോഴും മരണം കഴിഞ്ഞ് ഇതെല്ലാം കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് ജീവിച്ചിരിക്കുമ്പോഴാണ് സത്യത്തിൽ ഇതെല്ലാം നൽകേണ്ടത്. അതുകൊണ്ട് പരസ്പരമുള്ള ബന്ധത്തെയും ഈ ദിവസം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കന്മാരെ നന്നായി ശുശ്രൂഷിക്കുവാൻ കൂടി നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് നമ്മുടെ പൂർവികരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടവക്കാരായ വേദികളുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നമ്മുടെ ഇടവകയിലെ എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. ഈ നല്ല ദിവസം പൂർവികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.